ഏതൊരു വസ്തുവിലും ബറക്കത്ത് നിശ്ചയിക്കുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല മാത്രമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കി. മഹാനായ പ്രവാചകൻ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും സ്വഹാബാക്കളും ഒരു യാത്ര പുറപ്പെട്ട് പോകുന്ന വഴിയിൽ വെള്ളം വളരെ കുറച്ച് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ആരുടെയെങ്കിലും അടുക്കൽ ഒരൽപ്പം വെള്ളം ഉണ്ടെങ്കിൽ കൊണ്ടുവരാൻ ആവശ്യപ്പെട്ടു. അങ്ങനെ സ്വഹാബാക്കൾ ഒരു പാത്രത്തിൽ ഒരൽപ്പം വെള്ളവുമായി വന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അതിൽ കൈമുക്കി. എന്നിട്ട് സ്വഹാബാക്കളോട് പറഞ്ഞു, അനുഗ്രഹീതമായ ബറക്കത്തുള്ള വെള്ളം ആവശ്യമുള്ള ആളുകൾ മുന്നോട്ട് വരിക. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകമായി പറഞ്ഞു, അൽ ബറക്കത്തു മിനല്ലാഹ്, ബറക്കത്ത് അല്ലാഹുവിൽ നിന്നുള്ളതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ് ഇതിൽ ബറക്കത്ത് നിശ്ചയിച്ചത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ വെള്ളത്തിന് പ്രത്യേകമായ ബറക്കത്ത് പ്രവാചകൻ നൽകിയതാണ്. ആ തെറ്റിദ്ധാരണ ഉണ്ടാകാതിരിക്കാൻ പ്രത്യേകം അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചു, അൽ ബറക്കത്തു മിനല്ലാഹ്, ബറക്കത്ത് അല്ലാഹുവിൽ നിന്നുള്ളതാകുന്നു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിരലുകളുടെ ഇടയിലൂടെ വെള്ളം ഉറവ് വരുന്നതായി കണ്ടു എന്ന് സ്വഹാബാക്കൾ റിപ്പോർട്ട് ചെയ്യുകയാണ്. സഹോദരന്മാരെ, ആ നിലക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഏതൊരു വസ്തുക്കളിലും നമ്മൾ ബറക്കത്ത് തേടുക എന്ന് പറയുമ്പോൾ ആ ബറക്കത്ത് അതിലൂടെ നമുക്ക് നൽകുന്നത്, നമ്മൾക്ക് എത്തിക്കുന്നത്, അതിനുള്ള ഹൈറുകൾ നമുക്ക് ലഭിക്കുന്നത് അത് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകുന്നതാണ്. സഹോദരന്മാരെ, അല്ലാഹുവിന്റെ റസൂലിന്റെ ശരീരം ബറക്കത്തുള്ള ശരീരമാണ്. ബാക്കിയുള്ള ആളുകളുടെ ശരീരങ്ങളിലൊന്നും ആ ഒരു ബറക്കത്ത് അല്ലാഹു നിശ്ചയിച്ചിട്ടില്ല. അല്ലാഹുവിന്റെ റസൂലിന്റെ ശരീരം ബറക്കത്തുള്ളതാണ് എന്നതുപോലെ ആ ശരീരവുമായി നേർക്കുനേരെ ബന്ധമുണ്ടായിരുന്ന, ധാരാളം കാലം ബന്ധമുണ്ടായിരുന്ന വസ്ത്രങ്ങളാകട്ടെ, പ്രവാചകന്റെ ചെരുപ്പാകട്ടെ, അതുപോലുള്ള വസ്തുക്കളിലും ആ ബറക്കത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹജ്ജിന്റെ വേളയിൽ പ്രവാചകന്റെ മുടി സ്വഹാബാക്കൾക്ക് വീതം വെച്ച് കൊടുത്തതും, അതേപോലെ തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഹുദൈബിയ സന്ധിയുടെ വേളയിൽ വുളു എടുക്കുന്ന സമയത്ത് പ്രവാചകന്റെ വുളുവിന്റെ ബാക്കി വെള്ളം അത് ശേഖരിക്കാൻ വേണ്ടി സ്വഹാബാക്കൾ പിന്നെ തിരക്ക് കൂട്ടിയതല്ല. ആ നിലക്കത്തിൽ ബറക്കത്തുണ്ട്. ആ ബറക്കത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ് പ്രവാചകന്റെ ശരീരത്തിൽ നിശ്ചയിച്ചത്, ആ വസ്തുക്കളിലും നിശ്ചയിച്ചത്. അത് വേറൊരാൾക്കും അങ്ങനെ ഒരു പ്രത്യേകത അല്ലാഹു സുബ്ഹാനഹു വ തആല വേറൊരാളുടെ വിഷയത്തിലും ശരീരത്തിലും അല്ലാഹു നിശ്ചയിച്ചിട്ടില്ല. പലപ്പോഴും സ്വാധീനങ്ങളെ കൊണ്ട് ബറക്കത്തെടുക്കുന്ന ആളുകൾ അവരുടെ വസ്ത്രങ്ങൾ കൊണ്ട് അവരെ കൈകൊട്ടിയും അതുപോലെ തന്നെ അവരുടെ ചെരുപ്പുകൾ ധരിച്ചും അവരുടെ വസ്ത്രങ്ങൾ ധരിച്ചുമൊക്കെ ബറക്കത്തെടുക്കാൻ ശ്രമിക്കുന്ന ആളുകൾ ശരിക്കും ഈ ഉമ്മത്തിനെ വഴികേടിലേക്കാണ് നയിക്കുന്നത്. ഈ ഉമ്മത്തിലെ ഏറ്റവും വലിയായിരുന്ന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു, സ്വർഗ്ഗത്തിന്റെ 8 കവാടങ്ങളിലൂടെയും ക്ഷണിക്കപ്പെടുന്ന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു പ്രവാചകന്റെ കാലശേഷം ഒരു സ്വഹാബാക്കളും ശേഷം ഒരു താബിഈങ്ങളും അദ്ദേഹത്തിന്റെ വസ്ത്രം അതിൽ നിന്ന് ബറക്കത്തെടുക്കാനോ അദ്ദേഹത്തിന്റെ മുടി കൊണ്ട് ബറക്കത്തെടുക്കാനോ അദ്ദേഹത്തിന്റെ ശരീരത്തിന്റെയോ വസ്ത്രങ്ങളുടെയോ അവശേഷിപ്പുകൾ കൊണ്ട് ബറക്കത്തെടുക്കുവാനോ ഒരിക്കലും പരിശ്രമിച്ചിട്ടില്ല. ഏറ്റവും വലിയ ഔലിയാക്കളായ സ്വഹാബാക്കളുടെ വിഷയത്തിൽ അങ്ങനെ പരിശ്രമിച്ചിട്ടില്ല. പിന്നെ എങ്ങനെയാണ് ഈ പറയപ്പെടുന്ന പുരോഹിതന്മാർ, സാധാരണക്കാരായ ആളുകൾ കുറച്ച് പഠനം നടത്തി, അതേപോലെ തന്നെ ആളുകളുള്ള വസ്ത്രധാരണം നടത്തി മുമ്പിലേക്ക് സമൂഹത്തിന്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുന്ന ചില ആളുകൾ അവരുടെ കൈമുട്ടിയും അതേപോലെ തന്നെ അവർ കുടിച്ച വെള്ളത്തിന്റെ ബാക്കി കുറിച്ചുമൊക്കെ നമുക്ക് ബറക്കത്തെടുക്കാൻ സാധിക്കുക? ഒരിക്കലും അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിക്കാത്തതും അതുപോലെ തന്നെ പുത്തനാചാരവും അത് നമ്മളെ ശിർക്ക് വിശ്വാസങ്ങളിലേക്ക് നയിക്കുന്നതാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. ആ നിലക്ക് അല്ലാഹുവിന്റെ റസൂലിന്റെ ശരീരത്തിൽ മാത്രമേ ആ ഒരു ബറക്കത്ത് അല്ലാഹു നിശ്ചയിച്ചിട്ടുള്ളൂ. എന്നാൽ അല്ലാഹുവിന്റെ റസൂലിന്റെ ആ നിലക്കുള്ള ശരീരത്തിന്റെ അവശേഷിപ്പുകളോ പ്രവാചകൻ ധരിച്ച വസ്ത്രങ്ങളോ ചെരുപ്പുകളോ മോതിരമോ ഇതൊന്നും ഈ കാലഘട്ടത്തിൽ സത്യസന്ധമായി ഇത് പ്രവാചകന്റേതാണെന്ന് പറയാൻ അതിനെ സ്ഥിരീകരിക്കുന്ന ഒന്നും തന്നെ ഈ ലോകത്ത് ഈ ഒരു കാലഘട്ടത്തിൽ നമുക്ക് കാണാൻ സാധ്യമല്ല. അതുകൊണ്ട് ഇവിടെ നമ്മൾ പറയുന്നു, ഒരാൾക്കും പ്രവാചകന്റെ വസ്ത്രമാണെന്നോ മുടിയാണെന്നോ പറഞ്ഞൊന്നും തന്നെ ഈ കാലഘട്ടത്തിൽ ഉറപ്പിച്ചുകൊണ്ടൊരു കാര്യത്തിൽ പറയാൻ സാധ്യമല്ല. അങ്ങനെ സ്ഥിരീകരിക്കുന്ന റിപ്പോർട്ടുകളൊന്നും അങ്ങനെയുള്ള അവശേഷിപ്പുകളൊന്നും ഈ ലോകത്ത് ഇന്ന് നിലനിൽപ്പില്ലാനുള്ളതാണ്. അതുകൊണ്ട് തന്നെ ആര് പ്രവാചകന്റെ മുടിയാണെന്ന് പറഞ്ഞ് ഏതെങ്കിലും മുടിക്കെട്ടുമായി വന്നാലും, ആര് പ്രവാചകന്റെ പാത്രമാണ് എന്ന് പറഞ്ഞു ഏതെങ്കിലും പാത്രങ്ങളുമായി വന്നാലും വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അതിനെ തിരസ്കരിക്കുകയും അത്തരം വഞ്ചകന്മാരെ നമ്മളെ സംബന്ധിച്ചിടത്തോളം തിരിച്ചറിയുകയും നമ്മൾ ചെയ്യേണ്ടതുണ്ട്. അല്ലാഹുവിന്റെ റസൂലിന്റെ മുടി വിറ്റും പ്രവാചകന്റെ അവശേഷിപ്പുകൾ എന്ന് പറഞ്ഞ് ഏതെങ്കിലും
അവശേഷിപ്പുകൾ എടുത്തുകൊണ്ടുവന്ന് സമൂഹത്തിനെ വഞ്ചിക്കാൻ ശ്രമിക്കുന്ന ആളുകളുമാണ് അവർ. അതുകൊണ്ട് അള്ളാഹുവിന്റെ റസൂലിന്റെ അവശേഷിപ്പുകൾ ഇന്ന് നമുക്ക് ആണല്ലോ നിലക്ക് സ്ഥിരീകരിക്കാൻ ഒരവശേഷിപ്പുകളും ലോകത്ത് നിലനിൽപ്പില്ല എന്നുള്ളതാണ്. ആ നിലക്ക് കാര്യങ്ങളെ സത്യസന്ധമായി മനസ്സിലാക്കാൻ ഉൾക്കൊള്ളാനും അള്ളാഹു നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആ നിലക്കുള്ള ബറക്കത്തുകൾ അള്ളാഹു സുബ്ഹാനഹു വ തആല ആകാശഭൂമികളുടെ ബറക്കത്തുകളുടെ വാതായനങ്ങൾ നമുക്ക് അള്ളാഹു തുറന്നു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.